ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സ്റ്റ്യൂ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൂരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ പൊട്ടറ്റോ സ്റ്റ്യൂ. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റ്യൂ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചാനൽ കാണുന്ന സമയത്ത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റ്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം വലിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു സവാള, അത് 3 കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്തെടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വേവുന്നതിന് വേണ്ട അത്രയും വെള്ളം, കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 വിസിലൊക്കെ വരുമ്പോഴേക്കും തന്നെ അത് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങൊന്നും അത്ര വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 വിസിലടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇനി പ്രഷർ മുഴുവനും പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പൊട്ടറ്റോ ഉള്ളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചെടുക്കുന്നത്. 2-ാം പാലാണ് ആദ്യം ഒഴിച്ചെടുക്കുന്നത്. ഇതിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് കുറുക്കിയ ശേഷമാണ് 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ 1-ാം പാലും ഒഴിച്ചെടുത്ത് നന്നായി ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തെടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൂരിയുടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റ്യൂ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം. താങ്ക്